പുനരുത്ഥാനത്തെക്കുറിച്ചുള്ള വിവാദമാണ് തിരുവചന ഭാവം. സദൂക്കായർക്ക് യഹൂദ പാരമ്പര്യങ്ങളുടെ എല്ലാ നിയമത്തിൻ്റെ നൂലാമാലകളും അറിയാവുന്നവരായിരുന്നു. എന്നിട്ടും അവർ ക്രിസ്തുവിനെ കൊടുക്കുവാനായിട്ട് നിയമത്തിൻ്റെ പിൻബലത്തോടു കൂടിയുള്ള ചോദ്യങ്ങൾ ചോദിക്കുകയാണ് ഈശോയോട്. പഴയ നിയമ പാരമ്പര്യമനുസരിച്ച് വിവാഹിതനായ ഒരു വ്യക്തി സന്താനമില്ലാതെ മരിച്ചാൽ അവൻ്റെ സഹോദരൻ ആ വിധവയെ സ്വീകരിച്ച് അവന് വേണ്ടി സന്താനത്തെ ഉൽപ്പാദിപ്പിക്കണമെന്ന് മോശ കൽപ്പിച്ചിട്ടുണ്ട്. ഒരിടത്ത് 7 സഹോദരന്മാരുണ്ടായിരുന്നു. 7 പേരും അവരെ വിവാഹം ചെയ്യുകയും അവർക്ക് മക്കളില്ലാതെ മരിക്കുകയും ചെയ്യുന്നു. ചോദ്യം ഇതാണ്, പുനരുത്ഥാനത്തിൽ ഇവൾ ആരുടെ ഭാര്യയായിരിക്കും? ഈശോ ഓർമ്മിപ്പിക്കുകയാണ്, പുനരുത്ഥാനത്തിൻ്റെ മക്കള് ദൈവത്തിൻ്റെ ദൂതന്മാർക്ക് തുല്യരാണ്. അവർ ദൈവമക്കളാണ്. ജീവിക്കുന്ന ദൈവത്തിൻ്റെ പ്രിയപ്പെട്ട മക്കളാണ് നാം ഓരോരുത്തരുമെന്ന ബോധം നമുക്കുണ്ടാവട്ടെ. ക്രിസ്തുവിൻ്റെ ഈ ഓർമ്മപ്പെടുത്തൽ നമ്മുടെ ഓരോരുത്തരുടെയും ചങ്കിലേക്ക് ആഴ്ന്നിറങ്ങുന്ന ഒരു ചോദ്യമായിട്ട് മാറണം. ഇന്ന് ദൈവത്തിൻ്റെ പ്രിയപ്പെട്ട മകളുടെ ഭാവത്തിലാണോ എൻ്റെ ജീവിത കർമ്മങ്ങൾ ഞാൻ ചെയ്തു കൂട്ടുക? നമ്മുടെ ദൈവം മരിച്ചവരുടെ ദൈവമല്ല, ഇന്നും ജീവിക്കുന്നവരുടെ ദൈവമാണ്. പ്രിയമുള്ളവരെ, നാമൊക്കെ ഈ ലോകത്തായിരിക്കുമ്പോൾ ഇന്ന് ദൈവം ജീവിക്കുവാൻ ആഗ്രഹിക്കുന്നത് നമ്മിലൂടെയൊക്കെ തന്നെയാണ്. ദൈവത്തിന് ജീവിക്കുവാൻ പറ്റിയ തരത്തിലാണോ എൻ്റെ ജീവിതചര്യകൾ, ദിനചര്യകൾ, ചിന്താഗതികൾ, മനോഭാവങ്ങൾ ഞാൻ വെച്ചു പുലർത്തുക എന്ന് ധ്യാനിക്കുന്നത് നല്ലതായിരിക്കും. എൻ്റെ ദൈവത്തിന് വസിക്കുവാൻ സാധ്യമാകാതെ പോകുന്ന ജീവിത ഇടങ്ങളെയും സ്വഭാവങ്ങളെയും വികാരങ്ങളെയും ബന്ധങ്ങളെയും ഒക്കെ വിട്ടുപേക്ഷിച്ചുകൊണ്ട് ദൈവത്തിന് വസിക്കുവാൻ പറ്റിയ ആലയമായി എൻ്റെ ജീവിതവും മനോഭാവവും ഹൃദയവും ഒക്കെ മാറ്റിയെടുക്കണമെന്നാണ് വചനം നമ്മളെ ഇന്ന് ഓർമ്മിപ്പിക്കുന്നത്. ഇന്നും ജീവിക്കുന്ന ദൈവത്തിൻ്റെ ആലയമായി തീരുവാൻ നമ്മളെ ഓരോരുത്തരെയും യോഗ്യരാക്കണമേ എന്ന് നമുക്ക് ദൈവത്തോട് പ്രാർത്ഥിക്കാം. ദൈവം നമ്മളെല്ലാവരെയും സമൃദ്ധമായിട്ട് അനുഗ്രഹിക്കട്ടെ. നമ്മുടെ കർത്താവ് യേശു മിശിഹായുടെ കൃപയും പിതാവായ ദൈവത്തിൻ്റെ സ്നേഹവും പരിശുദ്ധാത്മാവിൻ്റെ സഹവാസവും നമ്മളെല്ലാവരോടും കൂടെ ഉണ്ടായിരിക്കട്ടെ, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ.